ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോമുകൾ വിതരണം ചെയ്തു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോമുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് KF അലക്സാണ്ടർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹരിതകർമ്മസേനയിൽ അംഗങ്ങളായി ചേർന്നപ്പോഴും നിങ്ങളോ ഞങ്ങളോ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു യൂണിഫോം സേനയായി ഇത് മാറുന്നു. ഇപ്പൊ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, യാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, കേരളത്തിന്റെ ഏത് ഭാഗത്തോട് സഞ്ചരിച്ചാലും പകൽ സമയങ്ങളിൽ 2 or 3 ഗ്രൂപ്പ് ഹരിതകർമ്മസേനക്കാരെ കാണാൻ വേണ്ടി യൂണിഫോം വന്നതുകൊണ്ട് അവരുടെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവരുടെ പ്രവർത്തനങ്ങൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താ ചെയ്യുന്നത്, അവിടെ ഇരിക്കുന്ന മിനി MCF എങ്ങനെയുണ്ട്. നമ്മൾ ബോധവാന്മാരാണ്, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ തന്നെ, ഞാൻ വന്നതേ ചോദിച്ചപ്പോൾ ആദ്യത്തെ എനിക്ക് കിട്ടിയ മറുപടി നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്താണ്. എനിക്ക് ആക്ഷേപം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു, നമ്മുടെ അപ്പാരപ്പാർക്ക് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആളുകൾ കണക്കായിരിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഈ ഭരണസമിതിയുടെ അവസാനത്തെ പരിപാടിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം. അടുത്ത വർഷങ്ങളിൽ ഇവരിൽ ആരെങ്കിലും കുറെ പേരൊക്കെ ഒരുപക്ഷെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടോ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെ ആയിട്ടോ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പൊ അല്ലാത്ത ആളുകൾക്ക് എപ്പോഴാണെങ്കിലും ഇത് കാണുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ടുള്ള ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യപ്രദമായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. BO പ്രജീഷ് സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, അനിൽ കരിച്ചേരി എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ സേവനമനുഷ്ഠിക്കുന്ന 37ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് യൂണിഫോമുകൾ വിതരണം ചെയ്തത്. കേരളത്തിന്റെ വളർച്ചയും പുരോഗതിക്ക് വേണ്ടി 4 മിഷൻ ഏർപ്പെടുത്തി. അതിലൊന്നാണ് ഹരിത കേരള മിഷൻ. അതിനു മുമ്പ് 2016 ഈ സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ നാടിൻ്റെ തിരുവോരങ്ങളായാലും പറമ്പായാലും ജലസ്രോതസ്സായാലും എല്ലാ പ്രദേശങ്ങളും പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞ് രോഗാവസ്ഥ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടായിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഉള്ള അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടാണ് ഹരിത കർമ്മസേന എന്ന ആശയം നമ്മുടെ ഗവൺമെന്റ് രൂപം കൊടുത്ത വിദഗ്ധ സമിതി അതിന് ആസൂത്രണം ചെയ്തിരുന്നു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.